നമസ്കാരം. കേരളത്തിലെ വടകര നിയോജക മണ്ഡലത്തിൽ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ആഴ്ചകൾ പലത് കഴിഞ്ഞിട്ടും തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ചില വിവാദങ്ങൾ ഇപ്പോഴും കെട്ടടങ്ങുന്നില്ല. ഉമിനീർ നീറുന്നതുപോലെ അവിടെ ചില പ്രശ്നങ്ങൾ നീറിക്കൊണ്ടിരിക്കുകയാണ്. അത് ഒരുപക്ഷെ വളരെ ഗുരുതരമായ തീയായിട്ട് ആളിക്കത്താൻ സാധ്യതയുള്ള ചില ആരോപണങ്ങളാണ്, വർഗീയ ആരോപണങ്ങളാണ് തിരഞ്ഞെടുപ്പിന്റെ തലേ ദിവസം ഉയർന്നത്. അവസാന നിമിഷം പരാജയം മണത്തതോടുകൂടി CPM വർഗീയ കാർഡെടുത്ത് ഉപയോഗിച്ചു എന്നാണ് യുഡിഎഫിനോടൊപ്പമുള്ള മുസ്ലിം ലീഗും ഇപ്പോഴും ആരോപിക്കുന്നത്. കാര്യങ്ങളുടെ കിടപ്പ് കാണുമ്പോൾ ചിലപ്പോൾ നമുക്കും അത് ശരിയല്ലേ എന്ന് തോന്നിപ്പോകും. കാരണം വർഗീയത പറഞ്ഞ് മുന്നോട്ട് പോകുന്ന ഒരു പ്രസ്ഥാനമായി മാറിയിരിക്കുന്നു ഇടതുപക്ഷ പ്രസ്ഥാനം, പ്രത്യേകിച്ച് CPM എന്നത് നമ്മൾ പലപ്പോഴും ഞാൻ തന്നെ ഇവിടെ വന്ന് പറഞ്ഞിട്ടുള്ളതാണ്. കാരണം കോഴിക്കോട്ട് വെച്ച് ഹമാസിന്റെ സെമിനാർ നടത്തുന്നു. അതുപോലെ അത്തരം വിഷയങ്ങൾ വരുമ്പോൾ ഉടൻ തന്നെ പ്രതികരിക്കുകയും രംഗത്ത് വരികയും ചെയ്യുന്നു. എന്നാൽ മറുവശത്ത് അത്തരം ചില വിഷയങ്ങൾ വന്നാൽ അത് കണ്ടില്ല കേട്ടില്ല എന്ന് നടിക്കുന്നു. അങ്ങനെയുള്ള ഒരു രീതിയാണ് CPM കുറെ കാലമായിട്ട് കേരളത്തിൽ ആവിഷ്കരിച്ചു കൊണ്ടിരിക്കുന്നത്, നടപ്പിലായിക്കൊണ്ടിരിക്കുന്ന തന്ത്രം. എന്നാലും വടകരയിൽ അവസാന നിമിഷം CPM വർഗീയ കാർഡ് ഉപയോഗിച്ചു എന്ന അവസ്ഥയിലേക്ക് പോകുന്നു. അതാണ് ഇപ്പോഴത്തെ അവിടുത്തെ അവസ്ഥ. കാരണം ആ വർഗീയ കാർഡ് ഉപയോഗിച്ചതിനെതിരായിട്ട് കേസ് കൊടുത്തിട്ട് ആ കേസ് ഇതുവരെയും വടകര പോലീസ് കൈകാര്യം ചെയ്തിട്ടില്ല, FIR പോലും ഇട്ടിട്ടില്ല എന്നാണ്. പക്ഷെ ഇപ്പോഴും അവിടുത്തെ ജനങ്ങളുടെ, രാഷ്ട്രീയ പാർട്ടി അണികളുടെ ഈ വിഷയം നീറിക്കൊണ്ടിരിക്കുകയാണ്. ഇനി എന്താണ് ഈ കേസെന്നാൽ, തിരഞ്ഞെടുപ്പ് നടക്കുന്ന മാർച്ച് 26-ാം തീയതി ആണെങ്കിൽ 25-ാം തീയതി വൈകുന്നേരം അമ്പാടിമുക്ക് സഖാക്കൾ എന്ന പേരിലുള്ള CPMന്റെ ഒരു ഗ്രൂപ്പിൽ ഒരു വാർത്ത പ്രചരിക്കുന്നു. ഒരു വർഗീയ സന്ദേശങ്ങൾ നിറഞ്ഞ വാർത്തയാണ്. അതിന്റെ സ്ക്രീൻഷോട്ടാണ്, അതിന്റെ വീഡിയോ ഉണ്ട്, അതിന്റെ സ്ക്രീൻഷോട്ടാണെന്ന് പറഞ്ഞാണ് സഖാക്കൾ പ്രചരിപ്പിച്ചത്. അത് തിരുവള്ളൂർ നെടുമ്പ്രമണ്ണ യൂത്ത് ലീഗ് എന്ന് പറയുന്ന ഗ്രൂപ്പിൽ വന്നതാണെന്നും ആ ഗ്രൂപ്പിൽ നിന്ന് ഈ ആഹ്വാനം വളരെ സൂക്ഷിച്ചായിരിക്കണമെന്നും വർഗീയ വിളമ്പുന്ന തരത്തിലുള്ള ഗ്രൂപ്പിൽ മുസ്ലിം ലീഗിന്റെ യൂത്ത് ലീഗിന്റെ നെടുമ്പ്രമണ്ണ ഗ്രൂപ്പിൽ ഇത് വന്നതാണെന്ന് പറഞ്ഞാണ് സഖാക്കളുടെ, അതായത് ഞാൻ നേരത്തെ പറഞ്ഞ അമ്പാടിമുക്ക് സഖാക്കൾ എന്ന് പറയുന്ന ഗ്രൂപ്പിൽ പ്രചരിപ്പിച്ചത്. അത് പ്രചരിപ്പിച്ചപ്പോൾ തന്നെ വലിയ വിവാദമായി. ഉടൻ തന്നെ യൂത്ത് ലീഗിന്റെ ആൾക്കാർ പോലീസിനെ സമീപിക്കുന്നു. ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ഗ്രൂപ്പില്ല, അങ്ങനെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടില്ല, ഞങ്ങൾ ഇങ്ങനെ ഒരു വീഡിയോയോ അല്ലെങ്കിൽ എന്തെങ്കിലും വാർത്തയോ പ്രചരിപ്പിച്ചിട്ടില്ല, ഇത് ബോധപൂർവം വ്യാജമായിട്ടുണ്ടാക്കിയെടുത്ത ഒരു വാർത്തയാണ്, അതുകൊണ്ട് ഇത് പ്രചരിപ്പിച്ചവർക്കെതിരെ നടപടിയെടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഉടൻ തന്നെ യൂത്ത് ലീഗിന്റെ പ്രവർത്തകർ പോലീസിൽ പരാതി നൽകി. ഇത് വ്യാജമാണെന്ന് പറഞ്ഞുകൊണ്ട്, ഞങ്ങൾ എങ്ങനെ പ്രചരിപ്പിച്ചിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട്. പക്ഷെ അതിനു മുമ്പ് തന്നെ CPMക്കാർ ഇത് വർഗീയ വിഷം വിളമ്പുന്നതാണെന്നും തെരഞ്ഞെടുപ്പിൽ വർഗീയത പടർത്തുന്നുവെന്നും വലിയ സംഘർഷം ഉണ്ടാക്കാൻ തിരഞ്ഞെടുപ്പ് ദിവസം സംഘർഷം ഉണ്ടാക്കാനുള്ള ശ്രമമാണെന്ന് പറഞ്ഞുകൊണ്ട് അവരും CPMും തെരഞ്ഞെടുപ്പ് കമ്മീഷനും പോലീസിനും പരാതി നൽകി. അപ്പോൾ യൂത്ത് ലീഗും തെരഞ്ഞെടുപ്പ് കമ്മീഷനും പോലീസിനും പരാതി നൽകി. ഒരു PK മുഹമ്മദ് കാസിം എന്ന യൂത്ത് ലീഗ് ജില്ലാ സെക്രട്ടറിയുടെ പേരിലാണ് ഇത്തരത്തിൽ ഈ വർഗീയത വിളമ്പുന്ന അല്ലെങ്കിൽ തുടിക്കുന്ന ഈ സന്ദേശം വന്നത് എന്നാണ് ഈ അമ്പാടിമുക്ക് ഗ്രൂപ്പിൽ പ്രചരിപ്പിച്ച സ്ക്രീൻഷോട്ടിൽ പറഞ്ഞത്. പക്ഷെ എന്തായാലും പോലീസ് ഈ രണ്ട് പരാതികളും, അതായത് CPMന്റെ പരാതിയും യൂത്ത് ലീഗിന്റെ പരാതിയും കിട്ടിയിട്ടും പോലീസ് നടപടിയെടുത്തിട്ടില്ല. യൂത്ത് ലീഗിന്റെ പരാതിയിന്മേൽ FIR പോലും തയ്യാറാക്കിയിട്ടില്ല. അങ്ങനെ വന്നപ്പോൾ യൂത്ത് ലീഗുകാർ വീണ്ടും രണ്ടാമത്, ഇപ്പൊ 2 ദിവസം മുമ്പ് വീണ്ടും പരാതി നൽകിയിരിക്കുകയാണ്. 3 ദിവസത്തിനകം ഞങ്ങളുടെ പരാതിയിന്മേൽ FIR ഇട്ടില്ലെങ്കിൽ ഞങ്ങൾ സ്വകാര്യ അന്യായത്തിന് കോടതിയിൽ പോകുമെന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും പരാതി നൽകിയിരിക്കുകയാണ്. അപ്പോഴും പോലീസ് ഇതുവരെ അനങ്ങിയിട്ടില്ല. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത് CPMും CPM സഖാക്കളും അവസാന നിമിഷം വർഗീയത എടുത്തിട്ടിട്ട് അതിനെ കൂടി വോട്ടാക്കാം എന്ന് ശ്രമിച്ചു എന്ന് തന്നെയാണ് കാണുന്നത്. എന്തായാലും യൂത്ത് ലീഗുകാര് പിന്നോട്ടില്ല. ഈ വ്യാജ സന്ദേശം ഇറക്കിയവരെ നടപടിയെടുക്കണമെന്ന നിലപാടിൽ തന്നെയാണ് യൂത്ത് ലീഗ് ഉറച്ചു നിൽക്കുന്നത്.